ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജാതകത്തിൽ ഗ്രഹനിലയിലെ അഷ്ടമഭാവം എന്നത് ഏറ്റവും അശുഭകരമായ ഭാവമാണ്. ഗ്രഹനില പ്രകാരം അഷ്ടമാധിപത്യം അഥവാ എട്ടാം ഭാവാധിപത്യം അത് പാപഗ്രഹത്തിന്റെ ക്ഷേത്രമായാലും ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രമായാലും ജാതകന് അശുഭ ഭാവം തന്നെ ആണ്. ആ ഭാവത്തിന്റെ അഥവാ രാശിയുടെ അധിപനായ ഗ്രഹവും പാപഗ്രഹമായാലും ശുഭഗ്രഹമായാലും അശുഭഗ്രഹവും ആകും. എന്നാൽ ലഗ്നാധിപനും അഷ്ടമാധിപനും ഒരേ ഗ്രഹമായിരുന്നാൽ ആ ഗ്രഹം ജാതകന് പാപനായി തീരുകയില്ല. ഉദാഹരണത്തിന് മേട ലഗ്നത്തിൽ ജനിച്ച ജാതകന് അഷ്ടമഭാവം വൃശ്ചികം രാശിയാണ്. മേടം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും അധിപൻ കുജൻ അഥവാ ചൊവ്വ ആകയാൽ മേട ലഗ്ന ജാതകന് ചൊവ്വ പാപഗ്രഹമല്ല, ലഗ്നാധിപനാകയാൽ ശുഭഗ്രഹമാണ്. അതുപോലെ തുലാലഗ്ന ജാതകർക്ക് അഷ്ടമഭാവം ഇടവം രാശിയാണ്. ഇടവത്തിന്റെയും തുലാത്തിന്റെയും രാശിനാഥൻ ശുക്രനാണ്. ശുക്രൻ ലഗ്നാധിപനാകയാൽ തുലാലഗ്ന ജാതകർക്കും അഷ്ടമാധിപനായ ശുക്രൻ പാപഗ്രഹം ആകുന്നില്ല, ശുഭഗ്രഹം തന്നെ ആണ്. ഈ രണ്ട് ലഗ്നക്കാർക്ക് മാത്രമേ ലഗ്നാധിപത്യവും അഷ്ടമാധിപത്യവും ഒരേ ഗ്രഹങ്ങൾക്ക് വന്നു ഭവിക്കുന്നുള്ളൂ. ലഗ്നാധിപത്യം എന്നുള്ള ശ്രേഷ്ഠത ഉള്ളതിനാൽ അഷ്ടമാധിപൻ എന്നുള്ള ക്രൂരാവസ്ഥ ഇല്ലാതായി പോകുന്നു. അതുപോലെ സൂര്യനും ചന്ദ്രനും അഷ്ടമഭാവത്തിന്റെ ആധിപത്യം വന്നു ചേർന്നാലും അവർ ജാതകന് ദോഷം ചെയ്യുകയില്ല. അതായത് സൂര്യചന്ദ്രന്മാർക്ക് അഷ്ടമാധിപത്യ ദോഷം ഇല്ല എന്നതാണ്. മറ്റ് ഗ്രഹങ്ങൾക്ക് എല്ലാം തന്നെ അഷ്ടമാധിപത്യ ദോഷം പ്രബലവുമാണ്. ഇവർക്ക് അതായത് സൂര്യചന്ദ്രന്മാർക്ക് 6, 12 എന്നീ ദുസ്ഥാനങ്ങളുടെ ആധിപത്യം വന്നു ചേർന്നാലും ഇവർ പാപന്മാർ ആകുകയില്ല. അഷ്ടമാധിപത്യ ദോഷവും സൂര്യചന്ദ്രന്മാരുടെ പാപത്വമില്ലായ്മയും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9650532894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.